സ്വാതന്ത്ര്യത്തിന്റെ വാതിൽ വീണ്ടും അബൂബക്കറിന്റെ മുന്നിൽ തുറക്കപ്പെട്ടു. സത്യം തിരിച്ചറിഞ്ഞൊപ്പം നിന്ന മകന്റെ തോളിലേക്ക് കണ്ണീരോടെ ചാഞ്ഞു. വൃത്തിയൊന്നുമില്ല, എന്നെ അവിടെ ഇരുത്തി സംസാരിച്ചൊന്നും അല്ല, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പെട്ടുപോയി, ഞാൻ അതാണ് പറഞ്ഞത്. എന്നെ കൂടെ സംഭവിച്ചാണ് കൂട്ടുകാരെ, വേറെ ഒന്നുമില്ല. എൻ്റെ മോൻ്റെ ജോലി കളയുന്നു പിന്നെ എല്ലാം നിന്റെ മോൻ്റെ ജീവിക്കണ്ട, ഞാൻ മരിച്ചതിൻ്റെ മോൻ ജീവിക്കണ്ട. സന്തോഷമായില്ലേ? നിയമപോരാട്ടം തുടരുമെന്ന് മകൻ. എല്ലാവർക്കും പിന്നെ എടുത്തു പറയേണ്ടതും മാധ്യമപ്രവർത്തകരെയാണ്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സത്യം തെളിയത്തില്ലായിരുന്നു. തോട്ടപ്പള്ളി ഒറ്റപ്പനയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന 60-കാരിയെ ഈ മാസം 17-ാം തീയതിയാണ് വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സമീപത്തെ പള്ളിയിലെ ജീവനക്കാരനായ അബൂബക്കർ ശനിയാഴ്ച രാത്രി ഈ വീട്ടിലെത്തിയിരുന്നതായി കണ്ടെത്തിയ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. കൊലപാതക കേസിൽ വയോധികൻ റിമാൻഡിൽ കഴിയവേ വയോധികയുടെ കാണാതായ മൊബൈൽ ഫോൺ മറ്റൊരു സിമ്മിട്ട് പ്രവർത്തിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് തൃക്കുന്നപ്പുഴ പതിയാങ്കര സ്വദേശി സൈനുലാബുദ്ദീനും ഭാര്യ അനീഷയും പിടിയിലാകുന്നത്. കുറ്റകരമായ അബദ്ധം തിരിച്ചറിഞ്ഞ അന്വേഷണ സംഘം അബൂബക്കറിനെ കൊലക്കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കി കോടതിയിൽ റിപ്പോർട്ട് നൽകി. വയോധികനെതിരെ ബലാത്സംഗം, വീട്ടിൽ അതിക്രമിച്ചു കയറൽ തുടങ്ങിയ വകുപ്പുകൾ നിലനിൽക്കുമെന്നായിരുന്നു പോലീസിന്റെ നിലപാട്. എന്നാൽ പ്രോസിക്യൂഷന്റെ വാദം തള്ളിയ ആലപ്പുഴ സെഷൻസ് കോടതി വയോധികന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. പ്രഥമ ദൃഷ്ട്യാ യാതൊരു തെളിവും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു നിർഭാഗ്യകരമായ അവസ്ഥയാണ്. സത്യത്തിൽ നമ്മുടെ ഈ സമൂഹ മനസാക്ഷിയെ തന്നെ ഉലയ്ക്കുന്ന ഒരു കേസായി മാറിയിരിക്കുകയാണ് അബൂബക്കറിന്റെ ഈ കേസ്. കൊല്ലപ്പെട്ട സ്ത്രീയുമായി അടുപ്പമുണ്ടായിരുന്ന അബൂബക്കർ നിലവിൽ കേസിലെ 3-ാം പ്രതിയാണ്. 1-ാം പ്രതി സൈനുലാബുദ്ദീൻ റിമാൻഡിലാണ്. ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകി. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 2-ാം പ്രതിയും സൈനുലാബുദ്ദീന്റെ ഭാര്യയുമായ അനീഷയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മോഷണം മാത്രമാണോ കൊലപാതകത്തിന് പ്രേരണയെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.